ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. കുറച്ച് ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പൂക്കളും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് പൈലാണ് ഈ റെഡ് തെറ്റിപ്പൂ. ഇവിടെ ഒരു പിങ്ക് കളറിലെ പൂവാണിത്. ഇത് സെക്കൻഡ് പൈലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 1, 2 എന്നുള്ള നമ്പർ നോക്കി സെലക്ട് ചെയ്താലും മതി. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇത് സെക്കൻഡ്. ഇത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ സമീപ ഭാവിയിൽ വരാൻ പോകുന്നത്, നിയർ ഫ്യൂച്ചറിൽ വരുന്ന സന്തോഷങ്ങൾ. നല്ല മഴയുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, വെള്ളക്കെടുതി. എല്ലാവർക്കും നല്ലത് വരുവാനായി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ വരാൻ പോകുന്നത്? 3 ഫസ്റ്റ് വന്നിരിക്കുന്നത്. 3ൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഫസ്റ്റ്. ഇവിടെ കണ്ടില്ലേ, 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ദ മജീഷ്യൻ. The Tower. Two of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ദ മൂൺ വന്നിട്ടുണ്ട് ഇവിടെയും. ത്രീ ഓഫ് പെൻറ്റക്കിൾസ്. ദ ടവർ. ടവർ 2 വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധികളില്ലാത്ത ഒരു ലൈഫില്ല. അപ്പോൾ ഈ ലൈഫിൽ നിങ്ങൾക്കതിനെ തട്ടി മാറ്റി മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. കാരണം നിങ്ങൾ അത്തരത്തിലുള്ള വേയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദ മൂണാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ 2 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ഇവിടെ മൂൺ വന്നിട്ടുണ്ട്, ഇവിടെ ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്, ഇവിടെയും ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിലും ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് സ്പ്രെഡിൽ. സെക്കൻഡ് സ്പ്രെഡിലും അതുപോലെ തന്നെ ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ മൂൺ വന്നിട്ടുണ്ട്, ഫസ്റ്റ് സ്പ്രെഡിൽ മൂണുണ്ട്, സെക്കൻഡ് സ്പ്രെഡിൽ മൂണുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഈ മൂൺ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോഴും നിങ്ങൾക്ക് മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഹൃദയപരമായ ഇമോഷൻസാണ്, ഒരുപാട് ചിന്തകളാണ്, നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്താവും, നാളെ എനിക്കത് സാധിച്ചു കിട്ടുമോ, ഞാൻ ഏത് വിധത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അപ്പോൾ ജോലി കിട്ടുന്നില്ല, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു, അതുപോലെ സാമ്പത്തികം വരാനുള്ളത് വന്നിട്ടില്ല, മറ്റുള്ളവരോട് പ്രശ്നമുണ്ടാകുന്നു, റിലേഷൻഷിപ്പിൽ കൂട്ടുകെട്ടിൽ ഒക്കെയും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അത് നിങ്ങളെ വല്ലാത്തൊരു ഭയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഭയം കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പേടി അനുഭവിക്കുന്നു. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആ ഒരു പേടി അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മൂണിൻ്റെ ഇൻഫ്ലുവൻസ്, ഇവിടെയും മൂണാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെയും മൂൺ വന്നിട്ടുണ്ട്, ഇവിടെ മൂൺ വന്നിട്ടുണ്ട്, ഇവിടെ പല കാർഡുകളിലും മൂണിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു എനർജി അത്തരം ആണല്ലോ, കർത്തവാവിൻ്റെ എനർജി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇമോഷൻസ് കൂടുന്നതായിട്ട് കാണുന്നു. ഇമോഷൻസ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഹൃദയപരമായിട്ടുള്ള ഇമോഷൻസ്, പല വിധത്തിലുള്ള വിചാരങ്ങൾ നിങ്ങളെ കുറച്ചൊക്കെ ദുഃഖിപ്പിക്കുന്നു, അല്ല എങ്കിൽ നിങ്ങളുടെ മാനസിക നിലയെ തന്നെ തകരാറിലാക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മൂൺ വന്നെങ്കിലും തൊട്ടടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം പേടി അനുഭവിക്കാം. അപ്പോൾ അവിടെയും മൂണിൻ്റെ ഇൻഫ്ലുവൻസാണ്, ഹൃദയപരമായ ഇമോഷൻസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർ അറിയുമോ എന്നുള്ള പേടി. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് കുറച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മൂന്നെന്ന് പറയുമ്പോൾ ഇവിടെ മേജർ അർക്കാന കാർഡാണ്. കുറച്ച് കാലം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേടിയും ഭയവും ഒക്കെ അനുഭവിക്കും. ഇത്തരം ഒരു വികാരം നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ മഥിക്കുന്നത് ഇത്തരത്തിലുള്ള പേടി, അല്ല എങ്കിൽ വേദന നിറഞ്ഞത്, വിഷമം നിറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള ഒരു വികാരങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ മഥിക്കുന്നത് എന്ന് ഇവിടെ കാണുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ സമീപ ഭാവിയിൽ ഇത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 6 ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഈ 6 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. 6 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നല്ല ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ഈ പേടിയും വിഷമവും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലാണ് കഴിയുന്നത്. അത് നിങ്ങളുടെ ഓഫീസിലായാലും വീട്ടിലായാലും മറ്റ് ബന്ധങ്ങളിലായാലും നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് അടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഒന്നിനും ഒരു മൂഡില്ലാത്ത ഒരവസ്ഥ, സന്തോഷം മനസ്സിലേക്ക് വരുന്നതേയില്ല, സന്തോഷിക്കാൻ ഒരു സാഹചര്യവുമില്ല, സന്തോഷിക്കാൻ അഥവാ സാഹചര്യം വന്നാൽ തന്നെ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളെ ഇപ്പോൾ വേട്ടയാടുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ, ഇത് മജിഷ്യൻ വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ചിലപ്പോൾ മണി ഏൺ ചെയ്യാനുള്ള ശ്രമത്തിലാവാം, എന്തെങ്കിലും ജോലിക്ക് വേണ്ടി അന്യ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീടിനെ വിറ്റിട്ട് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാകും, മറ്റൊരു നാട്ടിലേക്ക് തന്നെ നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിങ്ങൾക്കൊരു സമാധാനവും ലഭിക്കാത്ത ഒരു അന്തരീക്ഷമായിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ്, എനിക്കിനി ഇവിടെ താമസിക്കാൻ വയ്യ. അപ്പോൾ മറ്റൊരിടത്തേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നു. അതുപോലെ ജോലിസ്ഥലത്തായാലും ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്താഗതികൾ നിമിത്തം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടും കാണുന്നു, നിങ്ങളിലേക്ക് അത് ബാധിക്കുന്നതായിട്ടും കാണുന്നു. അപ്പോൾ നിങ്ങളിവിടെ നിന്നും ഇത് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റീസിനെയും തരണം ചെയ്ത് മുന്നോട്ട് കടന്നു പോവുകയാണ് നിങ്ങളുടെ ഈ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായി ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരുപാട് പേർക്കും
വീട്ടിലിരുന്നാലും കയ്യിൽ സാമ്പത്തികം വന്നു ചേരുന്ന ഒരു എനർജിയാണ്. എങ്ങും പോയി വാങ്ങിച്ചുകൊണ്ട് വരണ്ട. അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ടും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏർപ്പെട്ട് സ്വയം തൊഴിൽ ചെയ്തായാലും സ്വയം സംരംഭങ്ങൾ കണ്ടെത്തിയാലും പല വിധത്തിലുള്ള മാർഗങ്ങൾ, മണി ഏൺ ചെയ്യാനുള്ള, പണം സമ്പാദിക്കാനുള്ള പല തരത്തിലുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടുന്നതായും അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായും ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായും കാണുന്നു. അടുത്തത് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ്റെ എനർജി എന്താണെന്നറിയാമല്ലോ, സൂപ്പർ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരികയാണ് ചെയ്യുന്നത്. ഒരു നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു തുടക്കം, സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നത് കരിയർ സംബന്ധമായ ഉയർച്ചയിലേക്ക്, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ നേട്ടങ്ങളെ ഫലപ്രദമാക്കി എടുക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പലരും ഇവിടെ ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്. അത് പറഞ്ഞല്ലോ, ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മോശകരമായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ മോശകരമായ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ നിമിത്തമല്ല, അത് നിങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ ലൈഫ് കണ്ടിട്ട് മറ്റുള്ളവർ നെഗറ്റീവായിട്ടുള്ള എനർജിയെ ഇങ്ങോട്ട് പാസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു പരാജയം ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പോഴും നിങ്ങളതിൽ സ്റ്റക്കാണ്. കാരണം നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ട എനർജി ആവാം, വീട് നഷ്ടപ്പെട്ട എനർജി ആവാം, ബന്ധങ്ങളിൽ വിള്ളൽ വീണ എനർജി ആവാം, ഡിവോഴ്സ് കേസുകൾ, സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെയും ഇവിടെ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേസുകൾ, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ, സാമ്പത്തികം നഷ്ടപ്പെട്ട അവസ്ഥ, ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ടിങ്ങനെ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഒന്നിൽ നിന്ന് നമുക്ക് കരകയറാൻ തുടങ്ങുമ്പോഴാവാം മറ്റ് ഒരു വരവ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാതെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. 2 of Swords വന്നിരിക്കുന്നു. പ്രശ്നത്തെ കാണാൻ പോലും കഴിവില്ല, അതുകൊണ്ട് തന്നെ കണ്ണ് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ കണ്ണിൻ്റെ കെട്ടഴിച്ച് പ്രശ്നത്തെ കാണുക, ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട്, ഇവിടെ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലും, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സഫലത അനുഭവിക്കാൻ കഴിയുന്നു, നിങ്ങളുടെ ലൈഫിൽ സഫലത അനുഭവിക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ എന്താണ്? നിറഞ്ഞ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. 9 of Cups ആണ്. ഇവിടെ കംപ്ലീഷൻ ഇല്ല, പക്ഷേ സഫലതയാണ്, 9 ആണ് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ട് അനുഭവിക്കുന്നത് വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ വലിയൊരു ചേഞ്ച്, മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് തന്നെ നിങ്ങളുടെ സക്സസ്സിനുള്ള, നിങ്ങളുടെ വിക്ടറി നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നു. നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നിങ്ങളെക്കാളും അറിവുള്ള വ്യക്തികളുമായിട്ട്, ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ കണക്റ്റ് ആവുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ എനർജി പാസ്സാവുന്നു. അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കൂടുതൽ മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള എനർജി അല്ല, ഇവിടെ കൂടുതലും നെഗറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളതിനെ കടന്നു പോകുമെന്നാണ് ഇവിടെ കാണുന്നത്. 6 of Swords പറയുന്നത് നിങ്ങളിതിനെ എല്ലാം കടന്നു പോകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളിതിനെ കടന്നു പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു വിജയം കൊയ്തെടുക്കും. അത്രമാത്രം സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റക്കാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് വിടുതൽ ചെയ്യുക. എപ്പോഴും നിങ്ങൾ അങ്ങ് മൈൻഡ് നിങ്ങളുടെ ഡൗൺ ആക്കരുത്, നെഗറ്റീവ് എനർജി ഇരിക്കരുത് അങ്ങനെ. കാരണം ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പലരും ആദ്യം നെഗറ്റീവായിട്ട് ചിന്തിക്കുക, അപ്പോൾ നെഗറ്റീവായിട്ടൊരു കമൻറ്റും കൊണ്ടിടാൻ തോന്നും. പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കമൻറ്റേ ഇടാൻ പറ്റൂ.
മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക, പോസിറ്റിവിറ്റി നിറയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് വയൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഹാപ്പിനെസ് ആണ്, കണ്ടില്ലേ? ഹാപ്പിനെസ് വരും, ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിന്നും ഈ നെഗറ്റിവിറ്റിയെ എല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങളിലേക്ക്, നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒന്നുകൂടി പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളോട് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നു, കണ്ടില്ലേ? ഇവിടെ ഹാപ്പിനെസ് ആണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്, സന്തോഷകരമായ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് സന്തോഷകരമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് പല കാര്യങ്ങളും പരസ്പരം പറഞ്ഞും സന്തോഷിച്ചും മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നുണ്ട്. കാരണം ഒരു അധികാരഭാവം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും ഒരുപടി മുന്നോട്ട് നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നേതൃത്വ സ്ഥാനം മറ്റുള്ളവർ തന്നെ നിങ്ങൾക്ക് തരും, അല്ലേ? നിങ്ങൾ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ മുന്നോട്ട് മൂവ് ചെയ്യുന്ന ഒരവസ്ഥ വരും. കാരണം അത്രമാത്രം നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ അനുഭവസ്ഥരായി കഴിഞ്ഞിരിക്കുന്നു, അനുഭവജ്ഞാനം നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിന്ന് സ്റ്റേബിളാകുന്നു, സ്റ്റെബിലിറ്റി ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ കണ്ടു പഠിക്കാൻ തുടങ്ങും. അവർ സ്വയം നിങ്ങൾക്കൊരു നേതൃത്വ സ്ഥാനം തരാൻ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ അത്രമാത്രം നേതാവായി കൽപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മിറക്കിൾസാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്ത ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്താണ്? മിറക്കിൾസാണ്. ഒരുപാട് മിറക്കിൾസ്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മിറക്കിൾസ്, അഥവാ ഇനി നിങ്ങൾ മനസ്സിൽ പോലും കാണാത്ത തരത്തിലുമുള്ള മിറക്കിൾസ് സംഭവിക്കും. മനസ്സിലായില്ലേ? ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിശയങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിയർ ഫ്യൂച്ചറിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നു. അതിന് എന്ത് വേണം? ഇംപ്രൂവിങ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ഹാർഡ് വർക്കല്ല പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യണം, അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും. അതിലൂടെയാണ് സക്സസ് ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ കുറച്ചൊക്കെ വിശ്രമവും കൂടി അത്യാവശ്യമാണ്. നിങ്ങളുടെ ഹെൽത്തിനെ കൂടി നിങ്ങൾ പരിഗണിക്കണം. ഹെൽത്തിനെ നോക്കാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം. 7 ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കണം. 7 ചക്രാസിനെ മനസ്സിൽ കാണണം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും, വെൽത്ത് ഇമ്പ്രൂവ് ആകും. മനസ്സിലായില്ലേ? ഇൻഡ്യൂഷൻ ലഭിക്കാൻ തുടങ്ങും. അതുവഴി നിങ്ങളുടെ ലൈഫിൽ വിക്ടറി ആൻഡ് സക്സസ് വരാൻ തുടങ്ങുന്നു. സന്തോഷകരമായൊരു ലൈഫ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന് കാണും. ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകണം. മനസ്സിലായില്ലേ? ഇവിടെ അത് മാത്രം മതിയോ? പോരാ. ഇനി ഹെൽത്ത് ഇമ്പ്രൂവായി, വെൽത്ത് ഇമ്പ്രൂവായി. പക്ഷേ കുറച്ചുകൂടി സന്തോഷം വരണമെങ്കിൽ എന്താണ് വേണ്ടത്? മറ്റുള്ളവരുമായി, നിങ്ങളോടൊപ്പം ഉള്ളവരോട് നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്തു പോകേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിക്കുക. റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് സ്വയം ഈഗോ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ വലുതാണ് എന്നുള്ള ഭാവം പാടില്ല. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ, മാത്രം അവർ കേൾക്കണം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സമ്മതിച്ചു തരണം എന്നൊക്കെയാവും നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. പക്ഷേ അത്തരത്തിലുള്ള ചിന്തകൾ പാടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് അവർ പറയുന്ന അവരുടെ അഭിപ്രായത്തിന് കൂടി നിങ്ങൾ വില കൽപ്പിക്കണം. എന്നിട്ട് ആലോചിച്ച് അതിനും കൂടെ വില കൽപ്പിച്ച് അവരെ കൂടി റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ സാധിക്കും. സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. കണ്ടല്ലേ? വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരുന്നത് ഇതാണല്ലോ, നിങ്ങൾ പിങ്ക് തെറ്റിപ്പൂവാണ് സെലക്ട് ചെയ്തിരുന്നത്. പിങ്ക് പൂവാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ. നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ നിയർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഇവിടെ 2 of Wands 10 of Wands വന്നിരിക്കുന്നു. Four of Cups, Eight of Cups, Page of Swords, Ace of Cups, Justice, Seven of Swords ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. 7 of Swords ആണ്. കണ്ടില്ലേ, ഇവിടെ ഈ 7 of Swords വന്നിരിക്കുന്നതിന് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വരാം ഏത് സമയത്തും. മനസ്സിലായില്ലേ? ചീറ്റിംഗ് എനർജി എന്ന് പറഞ്ഞപ്പോൾ കരുതിക്കൂട്ടി നിങ്ങളോട് അടുത്തുകൂടുക, എന്നിട്ട് നിങ്ങളിൽ നിന്നും സാമ്പത്തികം ചോദിച്ച് വാങ്ങിക്കുക, എന്നിട്ട് തരാതിരിക്കുക, സ്നേഹമുണ്ടെന്ന് നടിക്കുക, പ്രണയമുണ്ടെന്ന് നടിച്ച് അങ്ങനെ നിങ്ങളെ മുതലെടുക്കുക. ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ക്വീൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെയും 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്, ദ വേൾഡ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റാണ്. പലരും ഇവിടെ വിഷമകരമായ അവസ്ഥയാണെന്ന് പറഞ്ഞല്ല, അപ്പോൾ ഈ വിഷമകരമായ അവസ്ഥയിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമത്തിലാണ് എന്ന് കാണുന്നു. ഒരു സന്യാസ മൂഡിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് 10 ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുവരെയും ചുമട് താങ്ങിയിരുന്നു, ഇതുവരെയും ഭാരമേറിയ ഒരു ചുമടാണ് നിങ്ങൾ താങ്ങിയിരുന്നത്. എല്ലാം ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ജീവിതം നിങ്ങൾ ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ടേയിരുന്നു. മറ്റുള്ളവരുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരുടെയും കാര്യങ്ങൾ സാധിക്കുക, അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുക, എല്ലാവർക്കും സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു എനർജി.
മനസ്സിലായില്ല? അപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു ഇതുവരെയും. വല്ലാത്തൊരു ഭാരമേറിയ ചുമടായിരുന്നു നിങ്ങളുടെ തോളിൽ ഇതുവരെയും. പക്ഷെ അത് നിങ്ങൾ താഴെ വയ്ക്കാൻ പോവുകയാണ്. അതിനൊരു എൻഡ് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ അതിനൊരു അവസാനം കാണാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുവരെയുള്ള ഈ ഭാരമേറിയ ജീവിതത്തെ, കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഫോർ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നിരാശയിലാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല. എന്തുകൊണ്ടാണ്? വിധിയെ പഴിച്ച്, ദൈവത്തെ പഴിച്ച്, കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഒക്കെയും ഒരുപാട് നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡായിട്ടൊരു ഗിഫ്റ്റ് വരും. ഇവിടെ ഫോർ ഓഫ് കപ്സ് ആണ്. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ലൈഫിനൊരു തുടക്കം വരുന്നുണ്ട്. രണ്ടാമതൊരു ലൈഫ് ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിരാശയിൽ നിന്നും ഒന്ന് കരകയറാൻ പോവുകയാണ് എന്നിവിടെ കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആണ് പിന്നീട്. ഒരുപാട് സ്നേഹിച്ചവർ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. ഒന്നുകിൽ മരണത്തിലേക്ക് പോയിരിക്കാം, അല്ല എങ്കിൽ അവർ നിങ്ങളെ വിട്ട് ചിലപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളിലേക്കാവാം, ചിലപ്പോൾ ബ്രേക്കപ്പ് ആവാം, ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം. ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഈ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം തീർച്ചയായിട്ടും ഇമോഷൻസ് കൂടുതലാവുന്നുണ്ട്. നിരാശ വർദ്ധിക്കുന്ന ഒരു സമയം അല്ലേ? അപ്പോൾ അങ്ങനെ നിരാശ വർദ്ധിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ലൈഫ് വേണ്ട, എനിക്കൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി തന്നെയും നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുന്ന ആൾക്കാരുടെ എനർജിയാണ്. അവരെന്തിനാണ് പോകുന്നത്? അവർ ചിലപ്പോൾ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമവും ചിലരൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരൊക്കെ ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കാൻ വേണ്ടി, ഒറ്റയ്ക്കിരിക്കുക, മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടി ചിലർ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ചില സമയത്തൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹം തോന്നും. കാരണം ആൾക്കാരെ മനസ്സിലാക്കും. സ്പിരിച്വലി നിങ്ങൾക്കൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് പല ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും. കാരണം നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് എങ്ങനെയുള്ളതാണ്, നിങ്ങളെ നോക്കുന്ന ആ ഒരു ദൃഷ്ടി എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു. ആ ഒരു കഴിവിലൂടെ നല്ലതാര് മോശമാര് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ പോലും മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ജീവിതത്തിലെ പരാജയങ്ങൾ അത്രമാത്രം കയ്പുനീർ കുടിച്ചിട്ടുണ്ട് അതുവഴി. അപ്പോൾ ഇതിൽ നിന്നും ഒരു നേട്ടം വരണം എന്ന് വിചാരിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ല എങ്കിൽ ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. അതുവഴിയാണ് നിങ്ങൾ പല കാര്യങ്ങളിലേക്കും മുന്നിട്ടിറങ്ങാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നു. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് വാൺസ് എനർജിയാണ്. വാൺസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളും പുതുമയായിട്ട് ഒരു പുതുമ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ ലൈഫിലെ സക്സസ്സിന് വേണ്ടിയുള്ളതാവാം. ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ ചിലർക്ക് പുതിയ പ്രണയമാവാം, വിവാഹാലോചനകൾ, ഇതുവരെയും വിവാഹം നടക്കാതെ നോക്കിയിരിക്കുന്നവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇവിടുന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയം. നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവാം, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പുതിയ തുടക്കമാണ്, സ്നേഹത്തിൻ്റേതായ ഒരു പുതിയ തുടക്കം ഇവിടെയും വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്നും, അല്ല എങ്കിൽ ഇവിടെ ഈ കാണുന്ന അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നു. വിഷമകരമായ അവസ്ഥകൾ താണ്ടിയാണ് നിങ്ങൾ ഇതുവരെയും വന്നത്. ഈ ഭാരമേറിയ ചുമട് നിങ്ങൾ താഴെ വയ്ക്കാറായി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് താഴെ വയ്ക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ്. പുതിയതായിട്ടൊരു ലൈഫിലേക്ക് പോകാനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റിസ് പറയുന്നത്.
കാരണം തീർച്ചയായിട്ടും കോടതി വഴി കേസുകൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയം നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിഷ്കളങ്കതയെ മാനിച്ച് കോടതി നിങ്ങൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ഏത് തരത്തിലുള്ള കേസായാലും, സാമ്പത്തികമായാലും, മറ്റുള്ളവർ നിങ്ങളെ ചതിച്ചതായാലും, അല്ല എങ്കിൽ ഭൂമി സംബന്ധമായ കേസുകൾ ആയാലും, ജോലി സംബന്ധമായ കേസുകളോ, അല്ല എങ്കിൽ ഡിവോഴ്സ് പരമായ കേസുകൾ, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ആയാലും നിങ്ങൾ അതിന് അർഹരാണോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വിജയം സിദ്ധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ജീവിതം നേരെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ജസ്റ്റിസ് വന്നു, നിങ്ങൾ അതിൽ നിന്നും മുക്തരായി, വിഷമസ്ഥിതിയിൽ നിന്നും ദുഃഖകരമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾ മുക്തരായി. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് പേടിയില്ല. കാരണം ഇനിയും നിങ്ങൾക്ക് ചുറ്റും വരുന്ന സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ശത്രുക്കളെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിവ് വന്നു കഴിഞ്ഞു ഇവിടെ. അതുവഴി നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവർ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരവസ്ഥയിൽ കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാരണം അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ 9 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ സഫലതയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കടന്നു പോകും, ദുഃഖങ്ങളെല്ലാം കടന്നു പോകും. കണ്ടില്ലേ? തീർച്ചയായിട്ടും ഇവിടെ 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ ദുഃഖങ്ങളെയും നിങ്ങൾ കടന്ന് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ. പരാജയം വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയം, ദുഃഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കടന്നു പോവുകയാണ്, ഇതിനെല്ലാം കടന്നു പോവുകയാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജി. അല്ലെങ്കിൽ ദുഃഖങ്ങളെ മറികടന്ന് നെഗറ്റിവിറ്റീസിനെ എല്ലാം കടന്ന് പോസിറ്റീവായൊരു സാഹചര്യത്തിലേക്ക് മാറുന്നതായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിന് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാർട്ടിങ്, പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ മാനിഫെസ്റ്റേഷൻ, ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പലർക്കും ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി. അവരില്ലാതെ എനിക്കൊരു ലൈഫില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫില്ല. നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയി കഴിഞ്ഞാലും വീണ്ടും അവർ ചിന്തിക്കുന്നത് നിങ്ങളെപ്പറ്റി മാത്രമാണ് എന്ന് കാണുന്നു. മനസ്സിലായില്ലേ? പ്രതിസന്ധികൾ ചുറ്റിനുമുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു തോട്ട്സ് അവർക്ക് അവരോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ തന്നെ വന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു ജീവിതത്തിൽ സന്തോഷമുണ്ടാകൂ. ഇവിടെ മാറ്റം വരികയാണ്. കണ്ടില്ലേ? ഇവിടെ ഇതിനെല്ലാം കളഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടിയേ വേണ്ടൂ. എന്താണ്? നിങ്ങളുടെ സ്നേഹം കൂടി ഇനി വേണം. അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്ന എനർജി, നിങ്ങളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ദ വേൾഡ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? വേൾഡ്, വിദേശത്ത് പോകാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഉല്ലാസയാത്ര നടത്താനുള്ള ഒരു സമയം വന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയമാണ്. നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. സക്സസ് ആണ് ഏത് കാര്യത്തിലും ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ വിദേശത്ത് ജോലിയുള്ളവർ വന്നിട്ട് അവരുടെ പാർട്ട്ണറെ കൂടെ കൂട്ടിക്കൊണ്ട് വിദേശത്തേക്ക് പോകുന്ന എനർജി, അല്ല എങ്കിൽ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എനർജി ആവാം. ചിലപ്പോൾ നഴ്സിംഗ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ പഠിച്ചിട്ടിരിക്കുന്നവർക്ക് വിദേശത്ത് പോയി നല്ല പോലെ മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുഴുവൻ സന്തോഷവും അനുഭവിക്കാനുള്ള സാഹചര്യം വന്നിരിക്കുന്നു. എല്ലാ വിധത്തിലുള്ള സന്തോഷവും നിങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് ഇവിടെ കാണുന്നു. ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് പോയ കാലത്തേക്ക് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ആ എനർജി കൂടെ കൊണ്ടുവരണ്ട, മുന്നോട്ട് ആഞ്ഞു നടന്നോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ സന്തോഷം മാത്രം മതി. പിന്നിലുള്ള നെഗറ്റീവായ സാഹചര്യങ്ങളെ മുഴുവനും അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിദേശത്ത് പോകാനും കൂടുതൽ നല്ല കോഴ്സിന് പഠിക്കാനും ആവാം.
ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് UK പോകാനോ, കാനഡ, ഓസ്ട്രേലിയ, USA അങ്ങനെയുള്ള ഫ്രാൻസ് തുടങ്ങി ജർമ്മനി തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് പഠിക്കണം, മണി ഏൺ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത്. സന്തോഷം നിറഞ്ഞൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, കണ്ടില്ലേ? ഇവിടെ സാമ്പത്തികം ആർക്കൊക്കെയോ ലഭിക്കാൻ പോകുന്നു. ജോലി ചെയ്തതിൻ്റെ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നതിൻ്റെ ആവാം. നാട്ടിലായാലും ഒരുപാട് പേർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. അത് ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും അതിലൂടെ മണി ഏൺ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരുടെ എനർജി അത് നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെതായ ഒരു തുടക്കം വരികയാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു. എങ്ങനെയായാലും അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പിങ്ക് പൂവല്ലേ? നോക്കാം. ഇവിടെ വണ്ടേഴ്സാണ്, കണ്ടില്ലേ? ഇവിടെയും അതിശയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അമെത്തിസ്റ്റാണ്, കണ്ടോ? ഇത് പർപ്പിൾ കളറിലെ സ്റ്റോണിൻ്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ തേർഡ് ഐ ചക്രയെ ആക്റ്റീവ് ആക്കുന്നതാണ്. തീർച്ചയായിട്ടും ലൈഫിലൊരു സക്സസ് വരണമെങ്കിൽ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് കൂടിയേ തീരും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. മാനസികമായ പ്രശ്നങ്ങളെ മുഴുവനും മറികടക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. വണ്ടേഴ്സ് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ റിലീസാവുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 6 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു. അതേ എനർജിയാണ് ഇവിടെ. നെഗറ്റീവായ കാര്യങ്ങളെ മുഴുവനും നിങ്ങളിവിടെ തള്ളിക്കളയുന്നു. എന്നിട്ട് പോസിറ്റീവായ സാഹചര്യത്തിലോട്ട് നിങ്ങൾ നീങ്ങുകയാണ്. മരം എങ്ങനെയാണോ ഉണങ്ങിയ ഇലകളെ പൊഴിച്ച് കളയുന്നത്, ഫ്രഷായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങളും പോസിറ്റീവായൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. നിങ്ങളിൽ നിന്നും റിലീസാവുകയാണ് ഇവിടെ സകല വിധത്തിലുള്ള നെഗറ്റീവായ സാഹചര്യങ്ങളും എന്നാണ് ഇവിടെ കാണുന്നത്. നെഗറ്റീവായ എനർജി ഇവിടെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്നു, അത് പോകുന്നു. നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രം മതിയാവും എന്നാണ് ഇവിടെ പറയുന്നത്. ബ്ലെസ്സിങ്സ് കണ്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളമായി ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇൻ ദ നിയർ ഫ്യൂച്ചറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങുന്നു. എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ്? യൂണിവേഴ്സിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹം കൂടുതലായിട്ടും വരാൻ തുടങ്ങുന്നു. പ്രശ്നങ്ങളെ കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, യെസ് യു ആർ റെഡി. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ സാധിക്കും. യെസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിനാണോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. അതെ, യു ആർ റെഡി. നിങ്ങളതിന് റെഡി ആയിരുന്നാൽ മാത്രം മതി. കണ്ടില്ലേ? നിങ്ങൾ റെഡിയാണോ അത് സ്വീകരിക്കാൻ? എങ്ങനെയുള്ള ഈ പോസിറ്റീവായ എനർജിയെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളതിന് പരിശ്രമിച്ചിട്ടുണ്ടോ? യെസ്, കണ്ടില്ലേ? ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാണോ? നിങ്ങളിലേക്ക് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, യെസ്, കണ്ട അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾക്ക് എന്താ നിയർ ഫ്യൂച്ചർ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞത് നിയർ ഫ്യൂച്ചർ എന്നാണ്. അടുത്ത വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും വണ്ടേഴ്സ്, അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാതിരിക്കില്ല. കാരണം നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ? ഇവിടെ പറയുന്നത്, ഈ ടാരോ കാർഡ്സ് പറയുന്നത് എന്താണ്? നിങ്ങളിതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ആർക്കൊക്കെയാണിത് റെസണേറ്റ് ആവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്തരത്തിലുള്ള സാഹചര്യം നിങ്ങൾക്ക് തന്നെ അറിയാവില്ല, നിങ്ങളുടെ സാഹചര്യം ഏതാണെന്ന്. അപ്പോൾ നിങ്ങളതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിശയങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുവഴി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ കുറച്ചാഴ്ചകൾക്കകം നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നെഗറ്റിവിറ്റീസിനെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അതുപോലെ നിങ്ങൾ ഇതുവരെ ചുമന്നിരുന്ന ആ ഭാരമുണ്ടല്ലോ, നിങ്ങളുടെ തോളിൽ നിന്ന് നിങ്ങൾ താഴെ വയ്ക്കാൻ തുടങ്ങുകയാണ്. പുതിയ ലൈഫ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.